അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന KSB ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മെഴുകുതിരി കത്തിച്ചും പാളവിശറി വീശിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്തെന്ന് പോലും തിരിച്ചറിവില്ലാത്ത മന്ത്രിയാണ് വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നതെന്നും കൊടും ചൂടിനിടെ രാവും പകലും സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EM അഗസ്തി പറഞ്ഞു. പിണറായി വിജയനും മന്ത്രിമാരും മുതൽ ഇടത് സൈബർ പോരാളികൾ വരെ തിരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ട് ഇല്ലാത്ത 10 വർഷം എന്ന പേരും നുണയുടെ കോട്ട പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അഴിമതി ലക്ഷ്യമിട്ട വൈദ്യുതി ബോർഡിലെയും റെഗുലേറ്ററി കമ്മീഷനിലെയും ഉന്നതർ നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിച്ചത്. ജനങ്ങളെ വെല്ലുവിളിച്ച് വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും EM അഗസ്തി പറഞ്ഞു. എപ്പോഴും മെസ്സേജ് വരികയാണ്, എപ്പോഴാണ് മെസ്സേജ് വരുന്നതെന്ന് അറിയത്തില്ല. മെയിൻ്റനൻസ് ആണ്, ലൈൻ മെയിൻ്റനൻസ് ആണ്. ഒരിക്കലുമില്ലാത്ത മെയിൻ്റനൻസ് എങ്ങനെയാണ് കഴിഞ്ഞ 10-20 ദിവസമായി ഓരോ സെക്ഷനിലും ഉണ്ടാകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കറണ്ട് സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ നിർത്തലാക്കിക്കൊണ്ട് ആളുകൾക്ക് കറണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയാണ്. അത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. അത് പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കും നിശ്ചയമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം പറയുകയാണ് ചൂട് കൂടുകൊണ്ട് ട്രിപ്പായി പോവുകയാണ്. ചൂട് കൂടുമ്പോൾ ട്രിപ്പായി പോകുന്നത് നടത്താൻ വേണ്ടി ഒരു കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി വെള്ളാമക്കൽ, ബിജു പൊന്നോലി, PS മേരിദാസൻ, പൊന്നപ്പൻ അഞ്ചപ്ര, റൂബി വേഴമ്പത്തോട്ടം, സന്തോഷ് ഓലിനാൽ, KT ജയൻ, ജോണി വടക്കേക്കര, അരുൺകുമാർ കാപ്പുകാട്ടിൽ, KS സജീവ്, KD രാധാകൃഷ്ണൻ, അരൻ C മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.